നീ പിടിച്ചോ. എവിടെ പിടിക്കുന്നു? അത് നമുക്ക് തൽക്കാലം ഇവിടെ പിടിക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആണ് പിടിക്കുന്നത്. അത് ചിലപ്പോൾ പിടിക്കുമ്പോൾ ഇത്രയും ഇങ്ങനെ വരും, ഗ്രിപ്പായില്ലല്ലോ. അപ്പോൾ പിന്നെ തൽക്കാലം ഇവിടെ പിടിച്ചു, കാരണം നമുക്ക് ഈ കൈയുടെ ഉപയോഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് എൻ്റെ പാർട്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ ഇത്രയും ഭാഗമില്ലേ, ഇത് നമ്മൾ ബോഡി എന്നാണ് പറയുന്നത് വരില്ല. ഓക്കെ, ഈ ഭാഗം കണ്ടോ, ഇത് നെക്ക് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ഇത്രയും ഭാഗം അതിൻ്റെ ഹെഡ് എന്നും പറയും. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇത്രയും ഭാഗം എന്തുവാ, ബോഡി, നെക്ക്, ഹെഡ്. പിന്നെ ഈ സാധനങ്ങളുണ്ടോ, ഇത് നമ്മൾ ട്യൂണിങ് പെക്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ നമ്മൾ ഈ ചുരുണ്ടിരിക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞത് സ്ക്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ കമ്പികളുണ്ടോ, ഇത് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയും. കമ്പി സ്ട്രിങ്സ് എന്ന് പറയും. പിന്നെ ഈ കറുത്ത ഇത്രയും ഭാഗത്തിന് നമ്മൾ ഫ്രെഡ് ബോർഡ് എന്നും പറയും. ചുമ്മാ ഓട്ടിച്ച് പറയുക, കാണാൻ പഠിക്കാത്ത കാര്യമൊന്നുമില്ല, മനസ്സിലാക്കി പിന്നെയും നമ്മൾ സ്ഥലം പഠിച്ചു പോകും. പിന്നെ ഇത് നമ്മൾ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെയും കുറേ നമുക്ക് മുറുക്കാനൊക്കെ ഉള്ളൊരു സംഭവം കണ്ടോ, ഇത് നമ്മൾ ഫൈൻ ട്യൂണേഴ്സ് എന്ന് പറയും. ഇത് ചിൻ ഡ്രസ്, ഇത് നമുക്ക് ആവശ്യമില്ല, എന്നാൽ ഇരിക്കണം. ഓക്കെ, ഇത് നമ്മൾ എഫ് ക്ലഫ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെച്ചേക്കാം. നമുക്കത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പിടിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങണ്ടേ. നീ പിടിച്ചേ. അപ്പോൾ നമ്മൾ സ്ട്രിങ്സിൽ ഇതിൻ്റെ പേര് ബോ എന്നാണ്. ഇത് ബോ. നമ്മൾ സ്ട്രിങ്സിൽ വായിക്കാൻ പോകാം. നേരത്തെ ഞാൻ ഒരു കാര്യം വായിച്ച് കേൾപ്പിച്ച് ഓർമ്മയുണ്ടായിരുന്നു, സായും ബായും സായും. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടുന്ന ഏറ്റവും ആദ്യമേ നമ്മൾ പഠിക്കുന്ന സ്വരമാണ് സ. ഇതിനാണ് നമ്മൾ സ്വരങ്ങളെന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നോട്ട്സ് എന്നും പറയും. അങ്ങനെ സ്വരങ്ങളെന്ന് പറയുമ്പോൾ സാരി ഗമ പദനിസ ഉണ്ട്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ CDFG ABC എന്ന് പറയും. അതിനെപ്പറ്റിയും നമുക്ക് പഠിക്കാം. പക്ഷെ നമുക്ക് വായിക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് വായിക്കാൻ പോലെ സ. ഇതിനകത്ത് ഇപ്പോൾ സ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഇതിനകത്ത് 4 കമ്പി ഉണ്ട്, എവിടെ വെക്കണമെന്ന് പറഞ്ഞൂടാ, എവിടെ വായിക്കണമെന്ന് പറഞ്ഞൂടാ. അപ്പോൾ അത് പഠിക്കണം. ഇപ്പോൾ സ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിൽ രണ്ടാമത്തെ കമ്പിയിലാണ് നമ്മൾ സ വായിക്കുക. ഓക്കെ, രണ്ടാമത്തെ കമ്പിയാണ് സ. ഇപ്പോൾ കേൾക്കുന്ന സായ. ഇപ്പോൾ പായ എവിടാന്ന് ചോദിച്ചാലോ, അടുത്ത ഒന്നാമത്തെ കമ്പിയാണ് പാ. എന്ത് സായും പായും, ഇത് രണ്ടും ഇപ്പം നമ്മൾക്ക് മതി. വരും തറ പോകാതെ പിടിച്ചാൽ മതി. അല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക, പിടിച്ച് നിർത്തണ്ട. വയലിനവിടെ ഇരുന്നോട്ടെ, തറയെ വീഴാതെ പിടിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ജീവിതകാലം മൊത്തം ഇവിടെ അല്ല നമുക്ക് പിടിക്കേണ്ടത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ പിടിക്കേണ്ടത് തന്നെ. അതോട്ട് ഇരിക്കട്ടെ, എന്നിട്ട് പറയും. അപ്പം നമുക്ക് സ ഇതെന്തുവാ. അപ്പോൾ സായ എവിടാ, അല്ല പായ എവിടാ, ഒന്നാമത്തെ കമ്പി. സായം രണ്ടാമത്തെ കമ്പി വായിക്കാം. അപ്പം അതിന് മുമ്പ് നമുക്ക് എന്താ ബോ എങ്ങനെ പിടിക്കണമെന്ന് നോക്കാം. ബോ നമുക്ക് 2-3 രീതി പിടിക്കാം. ഞാൻ ഇപ്പം ഇങ്ങനെ പിടിക്കുന്നത്. എന്തോന്ന് അറിയാം, കൊച്ചുനാളോട്ട് അങ്ങനെ ശീലിച്ചോണ്ടായിരിക്കും ഞാനിങ്ങനെ പിടിക്കുന്നത്. കറക്റ്റ് രീതി ഇതാണ്. എന്താ നമ്മൾ ഈ പിങ്കി ഫിംഗറിൻ്റെ ടിപ്പ് വിട്ടിരിക്കണം. ഇതാണ് കറക്റ്റ് രീതി. കണ്ടോ, കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാം. പല രീതിയുണ്ട്. നമുക്ക് പല സ്ഥലത്ത് പിടിക്കാം. ഇവിടെ പിടിക്കുന്നവരുണ്ട്, ഇവിടെ പിടിക്കുന്നവരുണ്ട്. അതൊന്നും പറ്റാതെ ഇവിടെ പിടിക്കുന്നത്. എങ്ങനെ പിടിച്ചും വായിക്കാം. പക്ഷെ കറക്റ്റ് നമുക്കൊരു ലുക്സ് നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിടിക്കാം. നമ്മളിപ്പോൾ അവിടെ എവിടെയൊക്കെ ഒരു ഇത് ഡിസിപ്ലിൻ ഇല്ലാതെ പിടിക്കുമ്പോൾ നമുക്കൊരു കാണുമ്പോൾ ഒരു രസം കാണത്തില്ല. ഇപ്പം ഇത് ഇവിടെ പിടിക്കാം. എങ്ങനെ ഇവിടെ വേറൊരു കാര്യമൊക്കെ പിടിക്കണം. ഇത് കണ്ടോ, ഇത് നമ്മൾ കുതിരവാല. ഇത് നമ്മുടെ നൈലോണിലും ഇത് വരുന്നുണ്ട്. ഇത് കുതിരവാല. ഇതിനകത്ത് നമ്മുടെ കയ്യിൽ അഴുക്കോ വിയർപ്പോ എല്ലാം തട്ടിയ പിന്നെ കേൾക്കത്തില്ല. പിന്നെ നമ്മളിങ്ങനെ വരച്ചാൽ കേൾക്കത്തില്ല, മ്യൂട്ടാവും. അഴുക്ക് പറ്റിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം അവിടെ തൊടാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഇത് പിടിക്കുമ്പോൾ ഇങ്ങനെയും പിടിക്കാൻ പറ്റത്തില്ല. അതുവേറെ ഇപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചെന്നിരിക്കും. അങ്ങനെ വേണ്ട, ഇങ്ങനെ പിടിക്കണം. മനസ്സിലാവുന്നത്? പിടിച്ച് നോക്കിയിട്ട് അതൊക്കെ അതെയോ തന്നെ വീട്ട്. ഇതിപ്പോൾ നമ്മൾ സിമ്പിൾ ഇപ്പോൾ ആദ്യമേ ഇതിപ്പോൾ ഒന്ന് വിട്ടാൽ ചാന്ന് പോവാ ഒരു ഇത് വരത്തില്ലേ. ഇപ്പം മോളിപ്പോൾ ഇങ്ങനെ മുറുക്കി പിടിച്ചാലേ ഇതിരിക്കത്തുള്ളൂ. അത് മാറി ഒന്ന് ഫ്രീ ആവണം. ഇതിങ്ങനെ വെച്ചാലും ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ ഒന്നും പോകാൻ പാടില്ല.
ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ കൈ ഇങ്ങനെ വെച്ചാൽ വലിയ പോലും ഇങ്ങനെ ഇരിക്കണം. നേരെ ഇങ്ങനെ ആയി പോരുത്, ഇങ്ങനെ ആയി പോരുത്, ഇങ്ങനെയൊന്നും ആയി പോരുത്, നേരെ ഇരിക്കണം. കറക്റ്റാണ്. ഇച്ചിരി വികസിക്കണം, പക്ഷെ അത് ബലം ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും. മതി, ഇത് മതി. ഇനി വയലെല്ലാം നേരെ വെച്ച് കാലിച്ചിരി കൂടെ ഇങ്ങോട്ട് വെച്ചു. കാലിച്ചിരി കൂടെ ഫ്രണ്ടിൽ, എൻ്റെ നൽകി ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വെച്ചു. കാരണം അത് വലുതായണ്ട, ചെറുതാകുമ്പോൾ ഒരു കുഴപ്പം കാണത്തില്ല. അപ്പോൾ ഫസ്റ്റ് എന്താ നമ്മൾ വായിക്കാൻ പോലെ സായത് കമ്പിയ രണ്ടാമത്. പിന്നെ ഒരു കാര്യമാണ്, നമ്മളിപ്പം ഇപ്പോൾ വയലിനകത്ത് നമ്മൾ ബോ വെച്ച് വായിക്കുമ്പം എൽബോ ഇച്ചിരി പൊക്കി കൊടുത്തേക്കണം. നമ്മളിങ്ങനെ വെച്ച് വായിക്കുമ്പോൾ അത് കറക്റ്റ് നമുക്ക് ഒരു പൊസിഷൻ കിട്ടത്തില്ല. നമ്മളിങ്ങനെ വെച്ചാൽ ഇങ്ങനെ പോകും, കറക്റ്റായിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് പോകത്തുള്ളൂ. നമ്മൾ എൽബോ ബാക്കിലോട്ട് കൊണ്ടുപോകോ കുഴപ്പമില്ല. നമ്മൾ വായിക്കാം സാ. ഇപ്പം ഞാനിപ്പോൾ പിടിപ്പിച്ചില്ലേ വെച്ചാൽ അത് നമ്മൾ വായിച്ച് കുറച്ച് നേരം കൂടെ വായിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് മോള് തന്നെ വായിക്കത്തക്കോണം ആവണം. ഓക്കെ, അടുത്ത് ഇനി എന്തുവാ? പാ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കമ്പി. അപ്പം സാ വായിച്ചപ്പോൾ നമ്മളിത് ബാലൻസ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നു. വേറെ വല്ല ആവശ്യം കേട്ടോ? ഇല്ലല്ലോ. സാ എന്ന് പറഞ്ഞാൽ സാ മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് കമ്പി കിടക്കും. വായിക്കുമ്പോൾ അതിനകത്ത് തട്ടിയാൽ എന്തായിരിക്കും? ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? അപ്പൊ സാ വായിക്കുമ്പോൾ അതിനകത്ത് മാത്രം തട്ടാം, അതിനകത്ത് മാത്രം തട്ടി ബാലൻസ് ചെയ്ത് വായിക്കണം. അങ്ങനെ വായിച്ച് പഠിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ വായിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ സാ വായിച്ചേ, ഞാൻ അടുത്ത് എന്തുവാ? പാ വായിക്കുമ്പോൾ ഒന്നാമത്തെ കമ്പിയാണ്. അപ്പൊ അവിടെ താഴോട്ടാക്കി കൊടുക്കും, അവിടെ ക്ലിക്ക് ചെയ്യും താഴെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? നമ്മൾ ഈ രണ്ടാമത്തെ കമ്പി തട്ടിയിരുന്ന ഈ ബോ താക്കുമ്പോൾ ഇവിടെ ആവും. അന്നേരം ഇവിടെ നിന്ന് അങ്ങ് വിടും, അതേപോലെ പോയാൽ മതി. മനസ്സിലായി? ക്ലിങ് ആണെന്ന് മനസ്സിലായത് ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാവും. സാ അല്ല, അന്നേരം നമുക്ക് സാ വായിക്കുമ്പോൾ എന്താ വേണം? അപ്പം നമ്മളിങ്ങനെ സാ വായിച്ച് എൽബോ നോക്കിക്കോണേ. എൻ്റെ എവിടെ ഇരിക്കുക? ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വായിക്കാൻ പറ്റും. ഇത്ര വരും. സാ വായിച്ച് ഇനി അടുത്ത് എന്താ വായിക്കണമെങ്കിൽ പാ വായിക്കണം. പാ വായിക്കണമെങ്കിൽ പാ ഇവിടെ അല്ലേ? ഒന്നുകിൽ എനിക്ക് എന്താ ചെയ്യാം, കൈ ഇങ്ങനെ ചരിച്ചു കൊടുത്താൽ ഓക്കെ ആവും. അതേ ചെയ്യാവുള്ളൂ. കൈ ഇങ്ങനെ ചരിച്ചു കൊടുക്കുമ്പോൾ ഓക്കെ ആവും. അന്നേരം എന്തോ പറ്റും? സായിൽ തട്ടിയിരുന്ന ബോ ചരിച്ചു കൊടുക്കുമ്പം സായിൽ നിന്ന് മാറി പായിലോട്ടാവും. ബാക്കി വായിച്ചാൽ മതി. ഇങ്ങോട്ട് വായിക്കാം. സാ വായിച്ചേ, ഞാൻ ഇവിടെ ചരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് മാറി പായ ഇങ്ങോട്ട് വായിക്കുക. മാക്സിമം ബോ എടുക്കാതെ മാക്സിമം എത്ര തവണ വായിക്കാവോ അത്രയും തവണ വായിക്കുക. ഇപ്പോൾ നമുക്ക്